ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? ഇപ്പം ഞങ്ങൾക്ക് സുഖമാണ്. അപ്പം ഇന്ന് അടുക്കളപ്പണിയൊന്നും അല്ല കാണിച്ചു തരുന്നു കേട്ടോ. അന്ന് പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല. അപ്പോൾ തൂപ്പും തുടപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒരു ഉടുപ്പുണ്ട് തയ്ക്കാൻ കേട്ടോ. ഇപ്പോൾ വെട്ടണതും ഒന്നും കാണിച്ചു തരുന്നില്ല. അതിനൊക്കെ പാടന്നാൽ അത് ഒരുപാട് ലെങ്ത് ആവും. ഗതി ഒക്കെ കുറച്ചാണ്ട് കാണിച്ചു തരുന്നത്. കുറേ ഉണ്ട്. പിന്നെ പുറത്തേക്കില്ലൊന്നല്ലേ, അമ്മക്കില്ല തന്നെയാണ്, കുട്ടിക്കുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് അങ്ങനെ തയ്ക്കുക കരുതിങ്ങാണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ അകൊക്കെ തൂത്തിട്ടിക്കണ്. ഇനി ഒന്ന് തുടക്കട്ടെ. തുടച്ച് കഴിഞ്ഞിട്ട് വേണം കുളിച്ചാൻ. കുളി കഴിഞ്ഞിട്ട് വേണം മെഷീൻ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഈ വാഷ് ബേസ് കുറേ ദിവസമായി നല്ലോണം വരച്ചിട്ട്, പെരുന്നാളൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി. പിന്നെ എന്നും ഞാൻ തുടക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ആർപ്പിക്കൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്, നല്ലോണം ഒന്ന് ഉരക്കണം എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഉരക്കുക കേട്ടോ. ഇടയ്ക്കൊക്കെ അങ്ങനെ കഴുകലുണ്ട്. അങ്ങനെ കഴുകിയിട്ടില്ലെങ്കിൽ ഇത് ഒരു സൈസ് കറയായി കഴിഞ്ഞാൽ കുറച്ച് പയക്കല്ലതും കൂടി ആകുമ്പോഴേ നമ്മൾ എപ്പോഴും കഴുകിയിട്ടില്ലെങ്കിൽ കളർ കിട്ടൂല. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആർപ്പിക്കൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് കഴുകിയിടലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം തുടക്കാൻ. അപ്പോൾ ആർപ്പിക്ക് എടുത്ത് ഇങ്ങനത്തെ കഴുകിയാൽ നല്ല നിറം കിട്ടും. അതൊക്കെ ഞാൻ എപ്പോഴേലൊക്കെ ഉള്ളു കഴുകൽ. അങ്ങനെ അല്ലാതെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകും. സോപ്പും പൊടി എന്തെങ്കിലും ഇട്ടുങ്ങാണ്ടൊക്കെ ഒന്ന് നന്നാക്കി കഴുകും. ഇങ്ങനെ കഴുകിയാൽ കണ്ടോ നല്ല നിറം കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് തുടക്കണം. അങ്ങനെ തുടക്കട്ടെ എന്ന് വിചാരിച്ചു. മക്കളുണ്ടാകുമ്പോൾ തുടച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങോട്ടും ഇറങ്ങും ഇങ്ങോട്ടും കയറും. അങ്ങനെ കുറേ ചീത്ത പറഞ്ഞ് അങ്ങോട്ട് വിടും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കളിച്ചാൻ പോയിക്കുക കേട്ടോ. അവിടെ ഉണങ്ങോളൊന്ന് അവിടെ എവിടെയെങ്കിലും കളിച്ചാണെങ്കിൽ സുഖമാണ്. അത് നമ്മൾ തുടച്ച് കൈ എടുക്കണതിൻ്റെ മുമ്പ് കാണാം കയറി വരുന്നത്. അതുപോലക്ക് എന്തോ ഒരു വിവരം കിട്ടിയിട്ട് വരുന്ന പോലെ വരും. അപ്പോൾ കളിച്ചാൻ പോയ തക്കത്തിൽ വേഗം തുടച്ചിടലാണ് കേട്ടോ. ഉണങ്ങാതെ ചവിട്ടണതന്നെ ഇഷ്ടമല്ല. അപ്പോൾ വേഗം തുടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ പിന്നെ ഇവിടെയൊക്കെ മദ്രസ് 4 മണിക്കാണ്. അപ്പോൾ 4 മണിക്കുള്ളൂ മദ്രസക്ക് പോവുക. ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ മദ്രസക്ക് പോയിക്കണം കേട്ടോ. അങ്ങനെ ഭയങ്കര വെയിൽ തന്നെയാണ്. എന്തോ ഒരു വെയിലാണ്. ചൂടും ആവിയും കൊണ്ട് അകത്ത് നിൽക്കാൻ പറ്റണില്ല, അത്ര ചൂടാണ്. അങ്ങനെ വെച്ചാൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. തൂപ്പും തുടപ്പും അടിച്ചലും കോലും ചോറും കറിയും വെക്കലൊക്കെ കഴിഞ്ഞ്, കുളിയും കഴിഞ്ഞ് ചോറൊക്കെ തിന്ന് കുറച്ച് സമയം അവിടെ കയറി കിടന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നെ വന്നുകൊണ്ടാണിത് അടിച്ചാനിരിക്കണത്. അങ്ങനെ ഈ ഉടുപ്പൊന്ന് കഴിച്ചണം. പിന്നെ മക്കൾക്ക് സ്കൂളിൽ യൂണിഫോം ഉണ്ട്. യൂണിഫോമാണെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഷർട്ടും പിന്നെ ബെറ്റിക്കോട്ട് എൻ്റെ മേലിടലേനു. അത് വേണ്ട, ഈ പ്രാവശ്യം മാറിയിരിക്കണ് പാവാടിയും ഷർട്ടുമാണ്. ഷർട്ടിൻ്റെ കയ്യിനൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഇനി പുതിയത് എടുക്കണമൊന്നുമില്ല, കഴിഞ്ഞ പ്രാവശ്യത്തിന് ഒന്നിങ്ങോട്ട് ശരിയാക്കിങ്ങാണ്ട് പാവാട ആക്കാമെന്ന് കേട്ടോ. പിന്നെ കയ്യൊന്നാണ് മാറ്റി കൊടുത്താൽ മതിയല്ലോ. ഈ വർഷമൊക്കെ അങ്ങനെ പോട്ടെ. സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊന്നും ബാക്കിയില്ല. അപ്പം എന്നാൽ ഇനി യൂണിഫോം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വെച്ചൊരു മാങ്ങ ഇട്ടിരുന്നു. നല്ല രസമുള്ള മാങ്ങ. അപ്പം അങ്ങനെ ആ മാങ്ങയും ഒന്ന് തിന്നണുണ്ട്. ഇതിവിടെ ഇല്ലാത്തൊരു മാങ്ങ കേട്ടോ. അങ്ങനെ നമ്മളെ ഉടുപ്പടിയൊക്കെ കഴിഞ്ഞു. ഉടുപ്പ് നല്ല സൂപ്പറായിക്കണ്. ഇനി മുമ്പിൽ 2 ബട്ടൺസും കൂടി വെച്ചാൽ സൂപ്പറാവും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. സ്റ്റിച്ചിങ് വീഡിയോയും ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതാണ്.
എല്ലാവരും കണ്ടു നോക്കുക. അങ്ങനെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.